Once again, welcome back to Nandus Kitchen. വളരെ വ്യത്യസ്തമായ ഒരു ഹൽവ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മാമ്പഴ ഹൽവയാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഹൽവ ഉണ്ടാക്കുന്നതിനായി 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മധുരമുള്ള വലിപ്പമുള്ള മാമ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് 1 കിലോ തൂക്കമുണ്ട്. മാങ്ങ കട്ട് ചെയ്ത് ഉള്ളിലെ പൾപ്പ് മുഴുവനായും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മാങ്ങയുടെ പൾപ്പ് മുഴുവനായും എടുത്തു കഴിഞ്ഞു. ഇനി ഇത് ഒരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മുഴുവൻ മാങ്ങയും 2 തവണയായി മിക്സിയിൽ അരച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ ഓട്ടുരുളിയോ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നെയ്യ് തടവി കൊടുക്കുക. ഇപ്പോൾ തയ്യാറാക്കിയ മിശ്രിതം ഇതിലൊഴിച്ച് തീ മീഡിയത്തിൽ വെച്ച് വേവിക്കുക. ഇതിലേക്ക് 50 ഗ്രാം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് മാമ്പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായി അരച്ചെടുത്ത കശുവണ്ടി പരിപ്പ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതുകൂടാതെ ബദം ചെറുതായി മുറിച്ചതും കശുവണ്ടി പരിപ്പും പ്രത്യേകമായി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. മറ്റ് ഹൽവകളെ പോലെ അധികം നെയ്യ് ഈ ഹൽവക്ക് ആവശ്യമില്ല. ഇനി ഇതിൽ ചേർക്കുന്നത് 100 ഗ്രാം പാൽപ്പൊടിയാണ്. ഇത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പാക്കറ്റ് പാലും ചേർക്കാം. എന്നാൽ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഹൽവയ്ക്ക് സ്വാദ് കൂടും. ഒരു നുള്ളു ഉപ്പ് ഇതിൽ ചേർക്കണം. മധുരം കുറവായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിൽ ചേർക്കാവുന്നതാണ്. ഹൽവ കുറുകി തുടങ്ങുമ്പോൾ ഒരു തേങ്ങയുടെ 1/4 ഭാഗം ചിരവിയത് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഹൽവ കുറുകി വരികയാണ്. കൈവിടാതെ ഈ സമയം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ നെയ്യ് തടവിയതിനു ശേഷം ഹൽവ സെറ്റ് ചെയ്യാം. മുകളിൽ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി മുറിച്ചത് വെച്ച് അലങ്കരിക്കാം. ഈ ഹൽവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.